എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് പ്രളയം അവസാനിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ്. 150 ദിവസങ്ങൾ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ വെള്ളം താഴുന്നതിനെക്കുറിച്ചും അതിനിടയിൽ നടക്കുന്ന ചില രസകരമായ സംഭവങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ കാണുന്നത്. 8:1 പറയുന്നത്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു എന്നാണ്. ദൈവം ഓർത്തു. അപ്പോൾ ചോദ്യമുണ്ട്, ദൈവത്തിന് മറവിയുണ്ടോ? ദൈവം പെട്ടകത്തിൽ അവരെ കയറ്റി വാതിലൊക്കെ അടച്ച് അവരിങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി കുറേ നാൾ നടന്നു. ദൈവം അതൊക്കെ മറന്നുപോയി. ദൈവം വേറെ എവിടെയോ മറ്റെന്തോ പരിപാടിക്ക് പോയതായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ദൈവം ഇങ്ങനെ ഓർത്തു, ഇവരിങ്ങനെ ഒഴുകി നടക്കുകയാണല്ലോ എന്ന്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ആ ന്യായവിധിയുടെ പരിപാടി പൂർത്തിയാകുന്ന സമയം അത് ദൈവത്തിന് അറിയാം. അത്രയും കാലം ദൈവം അവരെ സംരക്ഷിച്ചു. അതിനുശേഷം ആ പ്രളയം അവസാനിക്കേണ്ട സമയമായി ദൈവം നോഹയെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജീവജാലങ്ങളെയും പരിഗണിച്ചു എന്നതാണ്. ദൈവം വീണ്ടും തൻ്റെ പരിപാടി ആരംഭിക്കുകയാണ്. അടുത്ത പടിയിലേക്ക് ദൈവം പ്രവേശിക്കുകയാണ്. പ്രളയം അവസാനിപ്പിച്ച് ഈ നോഹയെ കുടുംബത്തെയും ജീവജാലങ്ങളെയും ഭൂമിയിലേക്ക് വീണ്ടും ഇറക്കുവാനുള്ള പരിപാടി ദൈവം ആരംഭിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ദൈവം ഒരു കാറ്റടിപ്പിച്ചു. വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. ആഴിയുടെ ഉറവുകൾ അടഞ്ഞു, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അടഞ്ഞു, മഴയും അവസാനിച്ചു. 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ഉം 5-ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ, നോഹയുടെ 600-ാമത്തെ വയസ്സിൻ്റെ 7-ാമത്തെ മാസം, 2-ാം മാസമാണ് പ്രളയം തുടങ്ങിയത്, 7-ാമത്തെ മാസം 17-ാം തീയതി അരാരാത്ത് പർവ്വതത്തിൽ ഈ പെട്ടകം വന്ന് ഉറക്കുകയാണ്. അതിനുശേഷം വീണ്ടും 40 ദിവസങ്ങൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് നോഹ കിളിവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി പർവ്വതങ്ങളുടെ മുകൾ ഭാഗമൊക്കെ കണ്ടു തുടങ്ങി. വീണ്ടും ഒരു 7 ദിവസം കൂടി കഴിഞ്ഞു. നോഹ ഒരു കാക്കയെ എടുത്ത് പുറത്തേക്ക് പറത്തി വിട്ടു. ആ കാക്ക പോയും വന്നും ഒക്കെ ഇരുന്നു കുറച്ച് ദിവസങ്ങൾ. വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവിനെ പുറത്തു വിട്ടു. ആ പ്രാവ് ഒരു ഒലിവ് ഇലയും കടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ മനസ്സിലായി വെള്ളം ഇറങ്ങി. വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ പ്രാവിനെ വീണ്ടും പുറത്തു വിട്ടു. പ്രാവ് തിരിച്ചു വന്നില്ല. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി ഭൂമി ഉണങ്ങിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 601-ാം സംവത്സരം. അപ്പോൾ നോഹയുടെ 600-ാമത്തെ വയസ്സിൽ 2-ാം മാസം 17-ാം തീയതി ആരംഭിച്ച പ്രളയം 601-ാമത്തെ വയസ്സിൽ 2-ാം മാസം 27-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ നോഹയും നോഹയുടെ കുടുംബവും ഈ ജീവജാലങ്ങളെല്ലാം 1 വർഷവും 10 ദിവസവും ഈ പെട്ടകത്തിനുള്ളിലായിരുന്നു. 360 ദിവസങ്ങൾ അടങ്ങുന്ന വർഷമാണ് ബൈബിളിൽ ഒരു വർഷമായിട്ട് പറയുന്നത്. അങ്ങനെ 1 വർഷവും 10 ദിവസങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര അതിശയകരമായിട്ട് ദൈവം അവരെ പുലർത്തി, ദൈവം അവരെ സംരക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ ഒരു പ്രളയത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിട്ടതിന് ശേഷം നമ്മളെ മറന്നു പോകുന്ന ഒരു ദൈവമല്ല, നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവമാണ്, തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എത്ര വലിയ പ്രളയമാണെങ്കിലും ക്രിസ്തുവാകുന്ന പെട്ടകത്തിനുള്ളിൽ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയും കരുണയുമൊക്കെ ഈ പ്രളയം നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.